സങ്കീർത്തന പുസ്തകത്തിൽ 118 അധ്യായത്തിൽ 24 തിരുവചനം ഇപ്രകാരം പറയുന്നുണ്ട്. കർത്താവ് ഒരുക്കിയ ദിവസമാണിന്ന്, നമുക്ക് സന്തോഷിച്ച് ഉല്ലസിക്കാം. ത്രിയേക ദൈവം ഇന്ന് പ്രത്യേകമായി ഒരുക്കിത്തന്ന ഈ നല്ല ദിവസത്തെ ഓർത്ത് നന്ദി പറയുന്നു. എൻ്റെ പേര് ഷിജു കാർമൽ എന്നാണ്. തലശ്ശേരി അതിരൂപതയിലെ തോമാപുരം ഫെറോനയിൽപ്പെട്ട മണ്ഡപം സെൻറ്റ് ജോസഫ് ഇടവക അംഗമാണ് ഞാൻ. എനിക്ക് ജീവിത പങ്കാളിയും 2 കുഞ്ഞുങ്ങളും അമ്മയുമുണ്ട്. ഞാൻ ശുശ്രൂഷ ചെയ്യുകയാണ്. ജീവിതത്തിലുണ്ടായ ചില സഹന അനുഭവങ്ങളാണ് എന്നെ ശുശ്രൂഷയിലേക്ക് ചേർത്ത് വച്ചത്. പരീക്ഷണങ്ങളുടെ നീണ്ട കാലം, പ്രതീക്ഷകൾ അസ്തമിക്കുന്നു. ജീവിതം ചോദ്യചിഹ്നമായി മാറുന്നിടത്താണ് ചിലർ ദൈവിക സാന്നിധ്യം തിരിച്ചറിയുക. അത്തരമൊരു തിരിച്ചറിവിൻ്റെ ഊർജത്തിൽ തുടർ ജീവിതത്തെ നിർവചിക്കുന്നതിൻ്റെ അനുഭവമാണ് ഷിജു കാർമൽ എന്ന വ്യക്തി ഇവിടെ പങ്കുവയ്ക്കുന്നത്. എൻ്റെ 18ാമത്തെ വയസ്സിൽ ഞാൻ ജോലി ആവശ്യാർത്ഥം എറണാകുളത്തുള്ള ഒരു സ്ഥാപനത്തിലേക്ക് ഞാൻ ജോലിക്കായിട്ട് പോയി. ആ സ്ഥാപനത്തിലെ പ്ലാന്റിലാണ് ഞാൻ ആദ്യമായിട്ട് ജോലിക്കായിട്ട് പ്രവേശിച്ചത്. അപ്പോൾ ആ പ്ലാന്റിൽ ഒത്തിരിയേറെ മെഷീനറീസും ഒത്തിരി വ്യത്യസ്തങ്ങളായ പല വിധത്തിലുള്ള ജോലികളും ഉണ്ടായിരുന്നു. ആ ജോലി ചെയ്തു വരവേ എൻ്റെ ഇടത് കൈക്ക് സാരമായ ഒരു അപകടം സംഭവിച്ചു. ആ പ്ലാന്റിലെ ഒരു കട്ടിംഗ് മെഷീനിലേക്ക് എൻ്റെ കൈ തെന്നി വീണ് എൻ്റെ ഇടത് കൈയുടെ 3 വിരലുകൾ എനിക്ക് നഷ്ടപ്പെട്ടു. മുറിഞ്ഞു വീണ വിരലുകളുമായിട്ട് ഉടനെ തന്നെ ആ സ്ഥാപനത്തിൻ്റെ അധികൃതർ എന്നെ എറണാകുളത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്തു. അവിടെ വെച്ച് മൈക്രോ സർജറിയിലൂടെ എൻ്റെ ആ വിരലുകൾ തുന്നി ചേർക്കുകയും എന്നെ ICUവിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. ICUവിലെ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഞാൻ പെട്ടെന്ന് അബോധാവസ്ഥയിലേക്ക് ഞാൻ നീങ്ങി. ഡോക്ടർമാർ കണ്ടെത്തിയത് എനിക്ക് ന്യൂമോണിയയുടെ ഒരു അസ്വസ്ഥത എനിക്കുണ്ടായിരുന്നുവെന്നാണ്. അതുകൊണ്ട് എൻ്റെ BP നന്നായിട്ട് താഴുകയും ഞാൻ മരിക്കുമെന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ മാറുകയും ചെയ്തു. ഈ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ ചേട്ടനാണ്. ഹോസ്പിറ്റലിൽ ഡോക്ടർമാർ എല്ലാ വിധത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തെങ്കിലും അവർ പറഞ്ഞത് യാതൊരു പ്രതീക്ഷയുമില്ല, ആൾ മരിച്ചു പോകും എന്ന് തന്നെയാണ്. എങ്കിലും അവരുടെ എല്ലാ വിധത്തിലുള്ള എക്സ്പീരിയൻസും അവർ എന്നിൽ നടത്തി. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത് പോലെ തന്നെ ദൈവം പൂഴി കൊണ്ട് മനുഷ്യൻ്റെ രൂപമുണ്ടാക്കി അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ഊതുകയും അവന് ജീവനുണ്ടാകുകയും ചെയ്തു എന്ന് പറഞ്ഞതുപോലെ തന്നെ വീണ്ടും സർവശക്തനായ ദൈവം എൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ഊതുകയും എനിക്ക് പുതുജീവൻ എനിക്ക് ലഭിക്കുകയും ചെയ്തു. ഈ സമയത്ത് എനിക്കറിയാൻ കഴിഞ്ഞത് എൻ്റെ വീട്ടിലും ഒക്കെ എൻ്റെ മൃതശരീരം വരുന്നതും കാത്ത് എൻ്റെ കുടുംബാംഗങ്ങളും എൻ്റെ നാട്ടിലുള്ളവരും ഒക്കെ ഒരു കാത്തിരിക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു എന്നതാണ്. അന്ന് നാട്ടിൽ മൊബൈൽ ഫോണുകളൊന്നും ഇല്ലാതിരുന്ന കാലമാണ്. അന്ന് ഭീമനടിയിൽ എൻ്റെ പിതൃ സഹോദരൻ്റെ അടുത്തേക്ക് ഒരു ഫോൺ വരികയും അവരെന്നെ വിവരം അറിയിച്ച് ഞാനിവിടുന്ന് വൈകിട്ട് എൻ്റെ ഒരു സുഹൃത്തുമായി എറണാകുളത്തേക്ക് പോവുകയും ചെയ്തു. അവിടെ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലാണ് ഷിജുവിനെ അഡ്മിറ്റ് ചെയ്തിരുന്നത്. അവിടെ ഏകദേശം ഒരു 45 ദിവസത്തോളം ഞാൻ ഷിജുവിൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. മൈക്രോ സർജറി ചെയ്ത് വിരൽ തുന്നി ചേർത്തതിന് ശേഷം ICUവിലേക്ക് ഷിജുവിനെ മാറ്റി. ഒരു ദിവസം ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഷിജുവിന് കൂടുതലാണ്, സ്വയമേ ശ്വാസോച്ഛ്വാസം ചെയ്യാനുള്ള
ഒരു ശക്തി അവനില്ല. അതുകൊണ്ട് ഷിജുവിനെ വെൻറ്റിലേറ്ററിലേക്ക് മാറ്റണം, അതുകൊണ്ട് നിങ്ങളൊരു സൈൻ ചെയ്ത് തരണമെന്ന് ആവശ്യപ്പെട്ടു എന്നോട്. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയാതിരുന്നതുകൊണ്ട് ഞാൻ ഉടനെ കമ്പനിയിലേക്ക് വിളിക്കുകയും കമ്പനിയിൽ നിന്ന് കമ്പനിയുടെ ആൾക്കാരും ഷിജുവിൻ്റെ കുറച്ച് സുഹൃത്തുക്കളും കൂടെ വന്ന് എന്നോട് പറഞ്ഞു സൈൻ ചെയ്ത് കൊടുത്തോളാൻ പറഞ്ഞു. ഞാൻ സൈൻ ചെയ്ത് കൊടുത്ത് ഷിജുവിൻ്റെ ഹൃദയത്തിന് മേൽഭാഗം തുറന്ന് അതിലെ ഒരു ട്യൂബ് ഇറക്കി ഷിജുവിനെ വെൻറ്റിലേറ്ററിലേക്ക് മാറ്റുകയും ചെയ്തു. അങ്ങനെ 27 ദിവസം ഷിജു അബോധാവസ്ഥയിൽ വെൻറ്റിലേറ്ററിൽ കിടന്നു. അപ്പോൾ ഷിജുവിനെ ശുശ്രൂഷിക്കാനായി എല്ലാ ദിവസവും ഒരു 3 നേരം സിസ്റ്റേഴ്സ് എന്നെ ഈ ഐസിയുലേക്ക് വിളിക്കും. അങ്ങനെ ചെല്ലുമ്പോൾ ഒരു ദിവസം ഷിജു എന്നോട് കൈകൊണ്ട് ആംഗ്യം കാണിക്കുകയാണ്. അവന് സംസാരിക്കാൻ പറ്റുന്നില്ല. കൈകൊണ്ട് ആംഗ്യ രീതിയിൽ എന്നോട് ഷിജു പറയുന്നു, എന്നെ ഇനി പ്രതീക്ഷിക്കേണ്ട, എനിക്ക് രക്ഷയില്ല എന്ന് എന്നോട് പറയുകയാണ്. അങ്ങനെ ഞാൻ അവിടെ നിന്നും ഇറങ്ങി താഴെ, അവിടെ നമുക്ക് റൂമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ അവിടെ കസേരയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ കസേരയിലിരിക്കണം. ഷിജുവിനെ ആവശ്യപ്പെടുന്ന സമയത്ത് നമ്മൾ ആ റൂമിലേക്ക് കയറി ചെല്ലണം. അത് കഴിഞ്ഞ് രാത്രിയിലും ഇതേ അവസ്ഥ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് എന്നോട് ആ ഗേറ്റിലിരുന്ന ഒരു മുകളിലേക്ക് കടത്തി വിടുന്ന ഒരു പിന്നെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, മോൻ വിഷമിക്കണ്ട, ഇവിടെ കലൂരൊരു സെൻറ്റ് ആൻ്റണീസിൻ്റെ ഒരു പള്ളിയുണ്ട്, അപ്പോൾ അവിടെ മോൻ പോയി പ്രാർത്ഥിച്ചാൽ മതി, പിന്നെ പണമോ കാര്യങ്ങളോ ഒന്നും നേരണ്ട, മോനെ ജീവനോടെ കിട്ടിക്കഴിഞ്ഞാൽ പുണ്യാളിൻ്റെ മുമ്പിൽ നടയിരുത്തിയേക്കാമെന്ന് നേർച്ച നേർന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അങ്ങനെ ഒരു നേർച്ച നേർന്നു. 27 ദിവസം ഷിജു വെൻറ്റിലേറ്ററിലായിരുന്നു. ഈ നേർച്ച നേർന്ന് കഴിഞ്ഞതിന് ശേഷം ഷിജു മെല്ലെ നോർമലായി സുബോധത്തിലേക്ക് വരികയും അവിടെ നിന്നൊരു 7 ദിവസത്തിന് ശേഷം ഷിജുവിനെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങൾ ആദ്യം പോകുന്നത് ഈ പള്ളിയിലേക്കാണ്. അതിനുശേഷം റൂമിലേക്ക് വന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ നാട്ടിലേക്ക് പോരുകയും ചെയ്തു. 6 മാസത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം ഞാൻ വീണ്ടും ജോലി ചെയ്യാനായിട്ട് സ്ഥാപനത്തിലേക്ക് ഞാൻ പോയി. ആദ്യം ചെയ്ത ജോലിയല്ല പിന്നീട് ഞാൻ ചെയ്തത്. ആ കമ്പനിയിലെ സ്റ്റോർ കീപ്പറായിട്ടാണ് ഞാൻ പിന്നീട് ജോലി ചെയ്ത് ഞാൻ മുന്നോട്ട് പോയത്. നല്ല സന്തോഷവും ആനന്ദവും ഒക്കെ ലഭിച്ച ഒരു ജോലിയായിരുന്നു. സഹപ്രവർത്തകരാണെങ്കിലും ഒത്തിരി സ്നേഹവും ഒക്കെ ഉള്ളവരാണ്. അങ്ങനെ ഒരു 2 വർഷക്കാലത്തോളം ഞാൻ സ്റ്റോർ കീപ്പർ ജോലി ചെയ്ത് ഞാൻ മുന്നോട്ട് പോകവേ കമ്പനിയുടെ ആവശ്യാർത്ഥം ഞാൻ കമ്പനിയുടെ ഒരു സഹോദര സ്ഥാപനത്തിലേക്ക്, ഞാൻ വർക്ക് ചെയ്ത കമ്പനി സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലം എന്ന സ്ഥലത്തായിരുന്നു. അവിടെ നിന്നും പെരുമ്പാവൂർ റൂട്ടിലുള്ള മറ്റൊരു സഹോദര സ്ഥാപനത്തിലേക്ക് ഞാൻ ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്നു. അങ്ങനെ ആ സ്ഥാപനത്തിൽ ചെന്ന് ആ സ്ഥാപനത്തിൽ എനിക്ക് ചെയ്തു തീർക്കേണ്ട ആ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തതിനു ശേഷം ഞാൻ ജോലി ചെയ്യുന്ന എൻ്റെ കമ്പനിയിലേക്ക് ഞാൻ മടങ്ങി വരുന്ന സമയത്ത് കമ്പനിയോട് അടുത്ത ഒരു സ്ഥലമുണ്ട്. അതൊരു വളവുള്ള ഒരു സ്ഥലമാണ്. ആ വളവിൽ വെച്ച് ഒരു ടിപ്പർ ലോറിയുമായിട്ട് എൻ്റെ ബൈക്ക് ഇടിക്കുകയാണ്. മറ്റൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ അറിഞ്ഞത് ഞാൻ അബോധാവസ്ഥയിൽ ഒരു മരിക്കാറായൊരവസ്ഥയിൽ രക്തമൊക്കെ വാർന്ന് ഒരുപാട് മണിക്കൂർ ആ റോഡിൽ കിടന്നുവെന്നാണ് എനിക്ക് പിന്നീട് അറിയാനായിട്ട് എനിക്ക് സാധിച്ചത്. കമ്പനിയിൽ അറിഞ്ഞ് കമ്പനി അധികൃതരും മറ്റ് സഹപ്രവർത്തകരും ചേർന്ന് ഞാൻ ആദ്യം എന്നെ ചികിത്സിച്ച അതേ ഹോസ്പിറ്റലിൽ എന്നെ എത്തിച്ചു. ഹോസ്പിറ്റലിൽ വെച്ച് അവിടുത്തെ ആ പരിചരണത്തിനിടയിൽ എനിക്ക് ബോധം വരികയും എനിക്ക് എന്തു പറ്റി
എന്നറിയാനായിട്ട് ആകാംക്ഷയോടെ ഞാൻ എഴുന്നേൽക്കാനായിട്ട് ശ്രമിച്ചുവെങ്കിലും എനിക്ക് എഴുന്നേൽക്കാനായിട്ട് സാധിച്ചില്ല. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ വലത് കൈ പൊങ്ങുന്നില്ല. ഞാൻ ആയാസപ്പെട്ട് എൻ്റെ കയ്യിലേക്ക് നോക്കിയപ്പോൾ എൻ്റെ കൈ എനിക്കവിടെ കാണാനായിട്ട് എനിക്ക് സാധിച്ചില്ല. കാരണം എന്നാന്ന് വെച്ചാൽ എൻ്റെ വലത് കൈമുട്ടിനോട് ചേർന്ന മസിൽസും ഞരമ്പുകളുമെല്ലാം അറ്റുപോയിരുന്നു. ഒത്തിരിയേറെ വേദന സഹിച്ച് ആ ദിവസങ്ങൾ എനിക്ക് ആ ഹോസ്പിറ്റലിൽ എനിക്ക് കഴിയേണ്ടതായിട്ട് വന്നു. കുറേ നാളുകൾക്ക് ശേഷം ഷിജു വീണ്ടും കമ്പനിയിലേക്ക് തിരിച്ചു പോവുകയും അവിടെ ജോലി ചെയ്തു വരികയാണ്. രണ്ടാമത് വീണ്ടും ആക്സിഡൻറ്റ് സംഭവിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത്. ആ വിവരം പറഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ഷിജു ICUവിലാണുള്ളത്. ഞാൻ ഷിജുവിനെ അവിടെ കയറി കണ്ടപ്പോൾ എനിക്ക് ആ ഷിജുവിൻ്റെ ശരീരത്തിലേക്ക് ഞാൻ ഒന്നേ നോക്കിയുള്ളൂ, വീണ്ടും നോക്കാനുള്ള ഒരു ശക്തി എനിക്കുണ്ടായില്ല. കാരണം ഷിജുവിൻ്റെ ഒരു കൈ ഒരു മാംസകഷ്ണം പോലെ ചുമന്ന് എന്തോ സാധനം വെച്ച് പിടിപ്പിച്ച് ഒരവസ്ഥയിൽ ഇങ്ങനെ ആണുള്ളത്. അപ്പോൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു, വലത് കൈയുടെ ടിപ്പറിൻ്റെ ടയറിനിടയിൽ കയറി വലത് കൈയുടെ മസിലുകളും ഞരമ്പുകളുമെല്ലാം അരഞ്ഞുപോയി. ആ കൈ ഇനി ചലിപ്പിക്കാൻ സാധിക്കുകയില്ല. പിന്നെ പ്ലാസ്റ്റിക് സർജറി, അങ്ങനെ ഒരുപാട് സർജറികൾ വേണം. ആ ഒരവസ്ഥയിലാണ് ഞാൻ ഷിജുവിനെ കാണുന്നത്. 6 മാസക്കാലത്തോളം വീണ്ടും എനിക്കവിടെ ചികിത്സ എനിക്ക് തുടരേണ്ടതായിട്ട് വന്നു. ഒട്ടനവധി സർജറികളിലൂടെ മൈക്രോ സർജറികളും ഒക്കെ എനിക്ക് ഈ കാലഘട്ടങ്ങളിൽ എനിക്ക് നൽകപ്പെട്ടു. നീണ്ട മണിക്കൂറുകൾ എനിക്ക് അനസ്തേഷ്യ നൽകപ്പെട്ടു. അങ്ങനെ ഞാൻ വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് ഞാൻ വന്നു. ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് പോകാൻ സമയമായപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, ഇനി ഈ കൈക്ക് സ്വാധീനം കിട്ടുമെന്നതിന് യാതൊരു ഉറപ്പുമില്ല. കാരണം നട്ടെല്ലിൻ്റെ അകത്തുനിന്ന് തന്നെ കൈകളിലേക്കുള്ള ഞരമ്പുകൾ മുഴുവനും അത് പൂർണ്ണമായിട്ടും അത് പിഴുതുമാറ്റപ്പെട്ട് കഴിഞ്ഞു. ആ നട്ടെല്ലിൻ്റെ വെളിയിൽ വെച്ചാണ് അത് കട്ടായതെങ്കിൽ അത് പിന്നീട് അത് സർജറി ചെയ്ത് അത് കൂട്ടിച്ചേർക്കാം. എന്നാൽ അതിനുള്ളിൽ നിന്ന് തന്നെ അത് നഷ്ടപ്പെട്ടതുകൊണ്ട് ഇനി കൈ പൂർണ്ണമായിട്ടും സ്വാധീനം നഷ്ടപ്പെട്ട അവസ്ഥയിൽ ജീവിക്കേണ്ടതായിട്ട് വരുമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഈ സംഭവങ്ങളുടെ എല്ലാം ആഘാതം എന്നെ ഒത്തിരിയേറെ നിരാശയിലേക്ക് എന്നെ നയിച്ചു. എനിക്ക് ആരോടും സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല. ഞാൻ ഓർക്കുന്നു, കൂടെ ഹോസ്പിറ്റലുണ്ടായിരുന്നത് സഹോദരനാണ്. ഒത്തിരിയേറെ തിരക്കുകളുള്ള വ്യക്തിയായിരുന്നിട്ടും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിഞ്ഞ സമയമായിരുന്നു അത്. എന്നിട്ടും അദ്ദേഹം എൻ്റെ കൂടെ നിന്നു, എന്നെ പരിചരിച്ചു. ഞാൻ ജ്യേഷ്ഠനോട് കയർത്ത് സംസാരിച്ചു, മോശമായ രീതിയിൽ സംസാരിച്ചു. അദ്ദേഹത്തെ ഞാൻ വേദനിപ്പിച്ചു. കാരണം എനിക്ക് നിരാശ, വെറുപ്പ്, ജീവിക്കാനുള്ള കൊതിയില്ലായ്മ, ഇതെല്ലാം കൊണ്ട് ഞാൻ മറ്റൊരു വ്യക്തിയായിട്ട് ഞാൻ മാറി. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വന്നു. വീട്ടിലത്തെ അവസ്ഥ വളരെ മോശമായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി ഷിജുവിനെയും കൊണ്ട് ഞാൻ നാട്ടിലെത്തുകയും ഇവിടെ എത്തിയതിന് ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം ഷിജുവിൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങളുണ്ടാവുകയും ഷിജു സഹോദരനാണെന്നോ അങ്ങനെ ഒരു രീതികളിലല്ലാതെ മാനസികമായ ഒരു ഭ്രാന്തമായ ഒരവസ്ഥയിലേക്ക് ഷിജു പെരുമാറാൻ തുടങ്ങുകയും ചെയ്തു. സഹോദരൻ അദ്ദേഹം വിവാഹം കഴിഞ്ഞ് മറ്റൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. സഹോദരി മറ്റൊരിടത്തിലാണ് താമസിക്കുന്നത്. വീട്ടിൽ അമ്മ മാത്രം. അമ്മയ്ക്കാണെങ്കിൽ അത്ര ആരോഗ്യമൊന്നുമില്ലാത്ത ഒരു അവസ്ഥയാണ്. കഴിക്കാൻ നല്ല ഭക്ഷണമോ നല്ല വസ്ത്രമോ കിടക്കാനായിട്ടൊരു വീടോ അങ്ങനെ ഒന്നും തന്നെ എനിക്കില്ലാത്ത ഒരു സാഹചര്യമാണ്. വേദനാജനകമായ ആ ദിവസങ്ങളിലൂടെ ഞാൻ കടന്നു പോകവേ ഞാൻ ഓർക്കുക, ഓരോ ദിവസവും ഒരു യുഗമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഒന്ന് ആശ്വസിക്കാനായിട്ട് ഒന്നുമില്ലാത്ത ഒരവസ്ഥ. ഈ അവസ്ഥയിലൂടെ ഞാൻ മുന്നോട്ട് പോകുന്ന ഒരു സമയത്ത്
ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു, ഒരു ചാപ്പയിലാണ്, ഒരു ഷെഡിലാണ് ഞാൻ ആദ്യം ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. പഞ്ചായത്തിൽ നിന്ന് ഒരു വീട് ഞങ്ങൾക്ക് ലഭിച്ചായിരുന്നു. അതിൻ്റെ പണി ഒരു പകുതി വഴിയായപ്പോഴാണ് എനിക്ക് അപകടം പറ്റുന്നത്. അത് പൂർത്തീകരിക്കപ്പെട്ടിരുന്നില്ല. ഒരു വിധത്തിലും അത് താമസ യോഗ്യമായിരുന്നില്ല. മുമ്പുണ്ടായിരുന്ന ഷെഡാണെങ്കിൽ അതും വാസയോഗ്യമായിരുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ പുതിയ വീട്ടിൽ താമസിക്കാനായിട്ട് ഞാൻ നിർബന്ധിതനായി. അത് ഒരു വിധത്തിലും താമസിക്കാനായിട്ട് പറ്റാത്ത ഒരിടമായിരുന്നു. ഒരു മഴ പെയ്താൽ നനയും, ഒരു വാതിലില്ല, അങ്ങനെ ഒരു കട്ടിലില്ല, ഒരു നല്ല പായില്ല, അങ്ങനെ എല്ലാ തരത്തിലും ഒത്തിരിയേറെ വേദനാജനകമായ സാഹചര്യങ്ങളായിരുന്നു ആ സമയത്ത് എനിക്കുണ്ടായിരുന്നത്. ഈ സമയത്ത് വീട്ടിൽ കറണ്ട് കണക്ഷൻ ഇല്ലായിരുന്നു. പുതിയ ആ വീട്ടിൽ കറണ്ട് കണക്ഷൻ ഇല്ലായിരുന്നു. മുകളിലുള്ള ആ ഷെഡിലായിരുന്നു കറണ്ട് കണക്ഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ താഴത്തേക്ക് ഒരു ബൾബ് മാത്രം എടുക്കാനായിട്ട് ഒരു വയറ് ഞാൻ ചുമ്മാ വലിച്ച് പുതിയ വീട്ടിലേക്ക് ഞാൻ സെറ്റ് ചെയ്തായിരുന്നു. അത് ഒരു എക്സ്റ്റൻഷൻ ബോക്സിലേക്ക് കണക്ട് ചെയ്ത് അവിടെ നിന്ന് ഒരു വയറ് വലിച്ചാണ് ഞാൻ ആ ബൾബ് പ്രകാശിപ്പിച്ചത്. ഒരു ദിവസം വളരെ യാദൃച്ഛികമായിട്ട് ആ എക്സ്റ്റൻഷൻ ബോക്സിൽ നിന്ന് കണക്ഷൻ ഊരി, ആ ട്യൂബിന് ഊരി എൻ്റെ ഇടത് കൈയുടെ ചെറുവിരലിലേക്ക് വന്നു പതിച്ചു. ആ സമയത്ത് എൻ്റെ വലത് കൈ പൂർണ്ണമായിട്ടും അത് പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. ഇടത് കൈയിലേക്ക് വീണ് ഞാൻ ഷോക്ക് അടിച്ച സമയത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. എൻ്റെ ശരീരം വലിഞ്ഞു മുറുകി ഞാൻ മരിക്കുന്ന ഒരു സാഹചര്യം എനിക്കവിടെ ഉണ്ടായി. എനിക്കൊന്ന് കരയാൻ പോലും പറ്റുന്നില്ല. എൻ്റെ ശരീരം ചുരുങ്ങി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കലത്തിനകത്ത് നമ്മളെ ഇറക്കി വെച്ച് മൂടിയൊരവസ്ഥ, ഒന്ന് ശ്വാസം വിടാൻ പോലും പറ്റാത്തൊരവസ്ഥ. ആ സമയത്ത് എൻ്റെ ഉള്ളിൽ ഒരു സ്വരം എന്നോട് ഇങ്ങനെ പറയുക, നീ ആ കട്ടൽപ്പടിയിൽ, ഉണങ്ങിയ ഒരു കട്ടൽപ്പടിയുണ്ട്, ആ കട്ടൽപ്പടിയിൽ നീ ചവിട്ടുക. വളരെ ആയാസപ്പെട്ട് ഞാൻ ആ കട്ടൽപ്പടിയിലേക്ക് ചവിട്ടുകയാണ്. ഞാൻ ഇന്നും ഉറച്ച് വിശ്വസിക്കുന്നത് ആ പ്രവൃത്തി ചെയ്തത്, എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചത് അത് പരിശുദ്ധാത്മാവായിരുന്നു. അങ്ങനെ ഞാൻ ആ കട്ടിലുമേ ചവിട്ടിയ സമയത്ത് എൻ്റെ ശരീരത്തിന് ഒരല്പം ഒരു ആശ്വാസം ലഭിക്കുകയും ആ ആശ്വാസം ലഭിച്ചതിൻ്റെ പരിണതഫലമായിട്ട് ഞാൻ ഉറക്കെ അലറി ഞാൻ കരയുകയാണ്. അപ്പോൾ എൻ്റെ കരച്ചിൽ കേട്ടിട്ട് അന്ന് വീട്ടിലെൻ്റെ സഹോദരിയും സഹോദരി ഭർത്താവും ഉണ്ടായിരുന്നു. അവർ പെട്ടെന്ന് മുറ്റത്തു നിന്ന് ഓടി വന്നു. അവർക്ക് എന്നാന്ന് കാര്യം പെട്ടെന്ന് മനസ്സിലായില്ല. അവർ കാര്യമൊക്കെ മനസ്സിലാക്കി വന്ന് ഇത് ഓഫീസ് സമയം, ആ സമയം കൊണ്ട് എൻ്റെ കൈ വിരൽ പൂർണ്ണമായിട്ടും വെന്തിരുന്നു. അതിൻ്റെ വേദനയും മറ്റ് അപകടങ്ങളുടെ എല്ലാം അപകർഷതയും ഒക്കെ മൂലം ഞാൻ വലിയ നിരാശയിലേക്ക് ഞാൻ വീണ്ടും പതിച്ചു. അവനെ നോക്കാനോ എടുക്കാനോ ആരുമില്ലായിരുന്നു. ഞാൻ കുറേ കഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് അവന് കുറച്ച് ഇതായിരുന്നു കണ്ടപ്പോൾ അവൻ്റെ കൈ പിന്നെ വീണ്ടും പഴുക്കാൻ തുടങ്ങി. അവിടുന്ന് കൊണ്ടുപോകാൻ ആരുമില്ലായിരുന്നു. അവനെ വീണ്ടും എറണാകുളം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടുന്ന് വീണ്ടും വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അതേപോലെ തന്നെ നോക്കാൻ ആരുമില്ല. അത് കഴിഞ്ഞ് 2 മാസത്തോളം എൻ്റെ മകളും മകനും വന്ന് നോക്കി. മൂത്ത മകന് ഇടയ്ക്കൊക്കെ വരികയും പോവുകയും ചെയ്യുമായിരുന്നു. അവൻ അന്വേഷിക്കുമായിരുന്നു. പിന്നെ അവൻ്റെ എല്ലാ അസ്വസ്ഥതകളും കുറഞ്ഞു. പിന്നെ അവന് പല ദേഷ്യങ്ങളായിരുന്നു അവനിങ്ങനെ സംഭവിച്ചതുകൊണ്ട്. ആ സമയത്ത് അമ്മ എന്നോട് പറഞ്ഞു, മോനെ, ഇന്നുപോലെ നമ്മുടെ വീടിനടുത്ത് ഒരു ചായക്കട പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് നമുക്കറിയുന്ന ഒരു ചേട്ടനാണ്. ആ ചേട്ടൻ മംഗലാപുരത്ത് നിന്ന് വന്നിട്ടാണ് ചായക്കട തുടങ്ങിയത്. ആ ചേട്ടന് മംഗലാപുരമൊക്കെ അറിയാലോ. നമുക്ക് ആ ചേട്ടനോട് പറഞ്ഞ് ആ ചേട്ടനെയും കൂട്ടി നമുക്ക് ആശുപത്രിയിൽ പോകാം. അമ്മ ആ ചേട്ടനോട് പറഞ്ഞ് ആ സഹോദരൻ എന്നെയും കൊണ്ട് മംഗലാപുരം ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർമാർ ഇത് പരിശോധിച്ചപ്പോൾ പറഞ്ഞു, ആ കൈവിരൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് പൂർണ്ണമായിട്ടും വെന്ത് അത് നശിച്ചു കഴിഞ്ഞു. അങ്ങനെ അവർ ബാൻഡേഡ് ചെയ്തു. ബാൻഡേഡ് ചെയ്ത് ഞാൻ വീട്ടിലേക്ക് വന്നു. തുടർ ചികിത്സയ്ക്ക് മംഗലാപുരം പോകാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടും ഒരു സഹായത്തിനുള്ള ആളുകളുടെ ബുദ്ധിമുട്ടും കൊണ്ട് ഞാൻ പിന്നെ പോയില്ല. ഞാൻ ആ ബാൻഡേഡുമായിട്ട് തന്നെ വീട്ടിൽ ഞാൻ കഴിഞ്ഞു. പിന്നീട് കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ആ കൈവിരൽ, ഞാൻ ആ ബാൻഡേഡ് അഴിച്ചു നോക്കിയപ്പോൾ ആ വിരൽ എൻ്റെ കൈയോട് ചേർന്ന് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. ഇതും കൂടെ ആയപ്പോഴത്തേക്കും എനിക്കെൻ്റെ സങ്കടം സഹിക്കാൻ മേല.
എൻ്റെ ഉള്ളിൽ ഭൂതകാലത്തിൻ്റെ ഓർമ്മകൾ മാത്രം. ഈ അപകടം പറ്റുന്നതിന് മുമ്പ് എൻ്റെ ജീവിതം, എൻ്റെ കമ്പനിയിലുണ്ടായിരുന്ന, ആ സ്ഥാപനത്തിലുണ്ടായിരുന്ന പ്രശസ്തി, എൻ്റെ കഴിവുകൾ എല്ലാം നഷ്ടപ്പെട്ടു പോയൊരവസ്ഥ. ഞാൻ ജീവിക്കുന്നില്ല എന്ന് തന്നെ തീരുമാനിച്ചു. ഈ സമയത്ത് എൻ്റെ കൂടെ ആശുപത്രിയിൽ വന്ന ആ ചേട്ടനുമായിട്ട് ഞാൻ സൗഹൃദത്തിലാവുകയും അദ്ദേഹം വീട്ടിലേക്ക് വരികയും അദ്ദേഹത്തിൻ്റെ ചായക്കടയിലേക്ക് എന്നെ ക്ഷണിക്കുകയും, പകൽ ഞാൻ പോയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളെ ഫേസ് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. രാത്രി സമയങ്ങളിൽ ഞാൻ ആ ചായക്കടയിലേക്ക് പോവുകയും, അപ്പോൾ കുഞ്ഞുനാൾ മുതൽ എനിക്ക് പാട്ടുകളോട് എനിക്ക് ഭയങ്കരമായ ഇഷ്ടമാണ്. അത്യാവശ്യം പാടാനുള്ള ഒരു കഴിവ് ദൈവം ചെറുപ്പം നാൾ മുതൽ എന്നിൽ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി സമയങ്ങളിൽ അവിടെ ചിലവഴിക്കുന്ന സമയത്ത് വേറെ 1-2 ചെറുപ്പക്കാർ കൂടി കടന്നു വരികയും ഞങ്ങൾ ഒന്നിച്ച് അവിടെ പാട്ട് പാടുകയും അങ്ങനെ ഒരു ആശ്വാസത്തിലേക്ക് ഞാൻ കടന്നു പോവുകയും ചെയ്തു. ഒരു ദിവസം ഒരു രാത്രിയിൽ ഞങ്ങളിങ്ങനെ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഞങ്ങളുടെ ആ മുറിയിലേക്ക് ഒരു വ്യക്തി കടന്നു വന്നു. അദ്ദേഹം കടന്നു വന്ന വളരെ ആധികാരികമായിട്ട് എന്നെ നോക്കിക്കൊണ്ട് എന്നോട് ചോദിച്ചു, നീ ഇന്നയിടത്തെ ഇന്ന ആളല്ലേ? ആ എടാ, നീ ഇങ്ങനെ പാടേണ്ടവനല്ല, നീ കർത്താവിന് വേണ്ടി ജോലി ചെയ്യേണ്ടവനാ, നീ ഈശോയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തേണ്ടവനാ, നീ ഇങ്ങനെ പാടാനായിട്ട് ദൈവം ഇഷ്ടപ്പെടുന്നില്ല. ആ മനുഷ്യൻ തുടർച്ചയായിട്ട് എല്ലാ ദിവസങ്ങളിലും എൻ്റെ അരികിലേക്ക് വരികയും കർത്താവിൻ്റെ വചനങ്ങൾ കൊണ്ട് എന്നെ ആശ്വസിപ്പിക്കുകയും, നിനക്കൊരു ഭാവിയുണ്ട്, നിനക്ക് യോജിച്ച ഒരു ജീവിത പങ്കാളിയെ നിനക്ക് ലഭിക്കും, കർത്താവ് നിന്നെ ഉയർത്തും, ഈ കാര്യങ്ങൾ ആ മനുഷ്യൻ എന്നോട് പറയുകയുണ്ടായി. എങ്കിലും ഞാൻ ദൈവത്തിലേക്ക് തിരിയാനോ കർത്താവിൻ്റെ വചനം ഒന്ന് പഠിക്കാനോ ഒന്ന് മനസ്സിലാക്കാനോ ഒന്നും ഞാൻ പോയില്ല. വീണ്ടും പഴയതുപോലെ തന്നെ ഞാൻ ജീവിച്ചു. എങ്കിലും ആ വ്യക്തി എന്നെ വിടാതെ പിന്തുടർന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ഒരു ധ്യാനത്തിന് പോകണം, കർത്താവ് നിന്നെ സ്പർശിക്കും. അങ്ങനെ ഈ വ്യക്തിയുടെ നിർബന്ധത്തിനും എൻ്റെ അമ്മയുടെ നിർബന്ധത്തിനും വഴങ്ങി ഞാൻ ഒരു ധ്യാനത്തിനായിട്ട് ഞാൻ പോവുകയാണ്. ഞാനൊരു ദിവസം ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ ചെല്ലുമ്പോൾ ഷിജു അവിടെ 2-3 പേരുമായി ഇരുന്ന് ഇങ്ങനെ പാട്ടൊക്കെ പാടി വീടിയൊക്കെ വലിച്ച് അങ്ങനെ ഇരുന്ന് സമയം പോക്കുന്ന ഒരു സമയത്ത് വീണ്ടും ഞങ്ങൾ കണ്ടുമുട്ടി. അന്ന് ഞാൻ ഷിജുവിനോട് പറഞ്ഞു, ഷിജു, നീ ഇതുപോലെ ഈ ഹോട്ടലിലും അതുപോലെ വഴിയിലൊന്നും ഇരുന്ന് ഇങ്ങനെ കൂട്ടുകൂടി പാടി രസിക്കേണ്ട വ്യക്തിയല്ല. നീ ദൈവസന്നിധിയിൽ ദൈവത്തെ പാടി ആരാധിച്ച് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട വ്യക്തിയാണ്. നിനക്ക് നല്ല ഈണവും അതുപോലെ ദൈവത്തെ ആരാധിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിനക്ക് അതിനുള്ള ശക്തിയും അഭിഷേകവും കൃപയും ദൈവം തരും. നിൻ്റെ ജീവിതം ദൈവകരങ്ങളിൽ സുരക്ഷിതമായിരിക്കും. നിൻ്റെ വിവാഹം, നിൻ്റെ സാമ്പത്തിക മേഖലകൾ, നിൻ്റെ കുടുംബജീവിതം, നിൻ്റെ ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങളെല്ലാം അടിമുടി മാറി നീ വലിയൊരു സമാധാനത്തിലേക്ക് സന്തോഷത്തിലേക്ക് കടന്നു വരുന്ന ഒരു ജീവിതം, അങ്ങനെ കടന്നു വരുന്ന ഒരു സമയം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ ഷിജുവിനോട് ദൈവനാമത്തിൽ ഉറച്ച് പറഞ്ഞു. കാരണം എൻ്റെ ജീവിതത്തിൽ അനേകരോട് ഇതുപോലെ സുവിശേഷം പറഞ്ഞ് ആത്മഹത്യാ പ്രവണതയിലുള്ള അനേകരെ ദൈവനാമത്തിൽ അവരെ കരപിടിച്ച് കയറ്റുവാൻ വർഷങ്ങളായി അങ്ങനെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഷിജുവിനെയും ദൈവനാമത്തിൽ ആരോടെല്ലാം സംസാരിച്ചിട്ടുണ്ടോ അവരെല്ലാം ആ പറഞ്ഞിരിക്കുന്ന വാഗ്ദാനങ്ങൾ മുഴുവൻ കാരുണ്യവാനായ ദൈവം അവരുടെ ജീവിതത്തിൽ ഒരല്പം പോലും മാറ്റമില്ലാതെ അനേകരുടെ ജീവിതത്തിൽ ഈ ദൈവത്തിൻ്റെ വാഗ്ദാനം നിറവേറുന്നത് എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഷിജുവിനോടും ഞാൻ അതുപോലെ നല്ല ധൈര്യസമേതം സ്നേഹത്തോടെ സന്തോഷത്തോടെ ഞാനത് പറഞ്ഞു. ഷിജു അത് അങ്ങനെ വിശ്വസിച്ചു. ഓരോ ദിവസം ചെല്ലുന്തോറും ഷിജുവിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കാണുവാൻ തുടങ്ങി. അങ്ങനെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് ഷിജു ധ്യാനം കൂടുവാനായി കടന്നുപോയി. എൻ്റെ സ്വാധീനമില്ലാത്ത വലത് കൈ മെല്ലെ ഉയർത്തുന്നതായിട്ട് ഞാൻ അവിടെ കാണുന്നു. നോവേനെ ചെല്ലുമ്പോൾ എൻ്റെ മനസ്സിൽ പറഞ്ഞു, നീ ആ നിനക്ക് വന്നിരുന്ന അത് നീ തിരഞ്ഞെടുത്തു, നീ ശരിയായ വഴിയാണ് നിനക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത്, നീ അത് തിരഞ്ഞെടുത്തു. ഞാൻ പറഞ്ഞ വീട്ടുകാരോട് ഞാൻ പറഞ്ഞു എനിക്ക് സമ്മതമാണെന്ന് ഞാൻ പറഞ്ഞു. ധ്യാന വഴിയും പ്രബോധനങ്ങൾ വഴിയും ദൈവവചനത്തെ
ധ്യാനിക്കുന്നത് വഴിയും ഈ ലോകത്തിൽ വലിയ ശുശ്രൂഷയാണ് ബഹുമാനപ്പെട്ട ഷിജു ബ്രദർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മരി